വെൽക്കം ടു വെൽ ഫോക്കസ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെത്തേഡ്സ് ഓഫ് ഡിപ്രിസിയേഷൻ ആണ്. ഒരു 7 മെത്തേഡ്സ് നമുക്ക് പറയാനുണ്ട്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ എല്ലാ വർഷവും അസറ്റിന് ചാർജ് ചെയ്യുന്നു. അസറ്റ് എന്ന വാല്യൂ കുറച്ച് ലാസ്റ്റ് എത്രയാണോ എസ്റ്റിമേറ്റ് യൂസ്ഫുൾ ലൈഫ്, ആ എസ്റ്റിമേറ്റ് യൂസ്ഫുൾ ലൈഫ് കഴിയുന്ന സമയത്ത് സ്ക്രാപ്പ് വാല്യൂയിലോട്ടോ അല്ലെങ്കിൽ സീറോ വാല്യൂയിലോട്ടോ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ എത്തുന്നു. അതാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇതിൽ സ്ക്രാപ്പ് വാല്യൂ പറയുന്നത് 25,000 റുപ്പീസാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇരിക്കുന്നത് ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓൾറെഡി ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിന് അസറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 5 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ അസറ്റിൻ്റെ വാല്യൂ എങ്ങനെ വരും. ഒന്നെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സീറോ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇത് നോക്കൂ, ഈ ബാലൻസ് ക്യാരിഡ് ഓൺ ലാസ്റ്റ് ഇയറിലെ ബാലൻസ് ക്യാരിഡ് ഓൺ എത്തുന്നത് 25,000. അത് സ്ക്രാപ്പ് വാല്യൂയിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഫുൾ ഇയർ അത്ര ഇയർ തന്നിട്ടുള്ളൊരു പ്രോബ്ലം നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഈ പ്രോബ്ലം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞ പ്രോബ്ലം നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു 10 ഇയേഴ്സ് എസ്റ്റിമേറ്റ് യൂസ്ഫുൾ ലൈഫ് വരുന്ന ഒരു പ്രോബ്ലം മസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ ഒരു പ്രോബ്ലം കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡായിട്ടുള്ള റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് depreciation is charged at fixed percentage on the return down value of the asset every year. Hence, it is called return down value method. Return down value is the book value of asset, that is the original cost of asset minus depreciation up to the previous accounting period. As the amount of depreciation goes on decreasing year after year, it is called diminishing balance method or reducing installment method. ഈ മെത്തേഡിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ ഇസ് ചാർജ് അറ്റ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ദ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദ അസറ്റ് എവറി ഇയർ. ഓരോ ഇയറിലും അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂവിന് മുകളിൽ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്, ദാറ്റ് ഇസ് ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് ഡിപ്രിസിയേഷൻ അപ് ടു ദ പ്രീവിയസ് അക്കൗണ്ടിങ് പീരീഡ്. പ്രീവിയസ് അക്കൗണ്ടിങ് പീരീഡിൽ അസറ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് എത്രയാണ് റിട്ടേൺ ഡൗൺ വാല്യൂ വന്നിട്ടുള്ളത് അതിൻ്റെ മേലെ പെർസെൻറ്റേജ് വെച്ചിട്ട് കണക്കാക്കുകയാണ് ചെയ്യുക. അതായത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ അങ്ങനെയല്ല. ഏതാണോ റിട്ടേൺ, ഇപ്പോൾ സപ്പോസ് വി കൻ ടേക്ക് എൻ എക്സാമ്പിൾ, 1 lakh ഒരു അസറ്റിൻ്റെ വില എന്ന് വെച്ചോളൂ, വാല്യൂ. സോ നമ്മൾ ഫസ്റ്റ് ഇയറിൽ 10% ആണ് ഡിപ്രിസിയേഷൻ ആസ് പെർ ഡിമിനിഷൻ വാല്യൂ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. 10% ആണ് ഡിപ്രിസിയേഷൻ നമ്മൾ എടുക്കുന്നെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 1 lakh ഇൻറ്റു 10%, 10,000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അസറ്റിൽ നിന്ന് കുറച്ച് കാണിക്കും. 1 lakh മൈനസ് 10,000. നൗ ദ അസറ്റ് വാല്യൂ ഇസ് ₹90,000. 90,000 ആയി അസറ്റ് വാല്യൂ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ. ദെൻ നമ്മൾ ഈ ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യുന്നത് എത്രയാണ്? അതായത് അസറ്റിൻ്റെ ഇപ്പോൾ ഉള്ള റിട്ടേൺ ഡൗൺ വാല്യൂ 90,000 ആണ്. ഈ 90,000 മുകളിലാണ് നമ്മൾ സെക്കൻഡ് ഇയർ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. 90,000 ഇൻറ്റു 10% അല്ലെങ്കിൽ 10% ഓഫ് 90,000 ആണ് സെക്കൻഡ് ഇയർ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അതായത് 9,000 വരും. ദെൻ 90,000 പോകുമ്പോൾ 89,000 ആയിരിക്കും അടുത്ത ഇയറിലോട്ടുള്ള ഇത് വരുന്നത്. ആ 90,000 നിന്ന് 9,000 പോയ 81,000. ഈ 81,000 ആയിരിക്കും നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ഡിപ്രിസിയേഷൻ കണക്കാക്കുന്നത്. അല്ലാതെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ പോലെ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ കൊല്ലം അസറ്റിലോട്ട് ചാർജ് ചെയ്ത് കൊടുക്കുകയല്ല. എന്താണോ അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ വരുന്നത് അതിൻ്റെ മുകളിൽ ഫിക്സഡ് പെർസെൻറ്റേജ് നമ്മൾ ചാർജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ആസ് ദ എമൗണ്ട് ഡിപ്രിസിയേഷൻ കോസ് ഓൺ ഡിക്രീസിങ് ഇയർ ആഫ്റ്റർ. ഓരോ ഇയർ കഴിയുമ്പോഴും ഡിപ്രിസിയേഷൻ എമൗണ്ട് കുറഞ്ഞു വരും. കാരണം എന്താണ്, ഓരോ ഇയർ കഴിയുമ്പോൾ നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ ആ ഡിഡക്ട് ചെയ്തിട്ടുള്ള വാല്യൂൻ്റെ മുകളിലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് കാൾഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. അതുകൊണ്ട് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഓർ റിഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നുകൂടി ഒരു മെത്തേഡ് അറിയപ്പെടുന്നു. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓൺ 1st January 2012, a firm purchased machine at the cost of ₹1 lakh. Depreciation charged at 10% per annum on return down value method for the 5 years. 5 years ആണ്. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. കോസ്റ്റ് ഓഫ് ദ അസറ്റ് ആസ് ഓൺ 1st January 2012 is 1 lakh. 10% depreciation. So less depreciation for 2012 at 10% on 1 lakh, that is 10,000. So the next year return down value എത്ര വരും? 2013 90,000.
90,000 മുകളിൽ 10% ഡിപ്രിസിയേഷൻ ആണ് ആ കൊല്ലം കണക്കാക്കേണ്ടത്. അപ്പോൾ എത്ര വരും? 9,000. ദെൻ 2004 90,000 മൈനസ് 9,000. അപ്പോൾ റിട്ടേൺ ഓൺ വാല്യൂ അസറ്റിൻ്റെ കറണ്ട് വാല്യൂ എത്രയായിരിക്കും? 81,000. അതിൻ്റെ മുകളിലായിരിക്കും ആ കൊല്ലം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രിസിയേഷൻ കണക്കാക്കുന്നത് 10%, ദറ്റ് മീൻസ് 8,100. അങ്ങനെ ആയിരിക്കണം കണക്കാക്കേണ്ടത്. ഓക്കെ, 5 years കഴിയുമ്പോഴേക്ക് എത്രയായിരിക്കും ലാസ്റ്റ് ഡിപ്രിസിയേഷൻ? 5,905 ആണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തഡ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തഡ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തഡ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് റിട്ടേൺ ഓൺ വാല്യൂ ഓഫ് അസറ്റിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്നതാണ് ഡിപ്രിസിയേഷൻ. ദെൻ എന്താണ് മെറിറ്റ്? വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ദിസ് മെത്തേഡ്? Equal charge against income. In the initial years, depreciation is high and repair charges are low. When the asset becomes older, the amount of depreciation charged is less, but repair charges are high. Hence, the total burden on profit in respect to depreciation and repairs put together remains almost similar year after year. അതായത് സാധാരണ നമ്മളൊരു അസറ്റ് നമ്മൾ ബിസിനസ്സിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ അതിൻ്റെ റിപ്പയറിങ് എന്തായിരിക്കും? റിപ്പയർ എമൗണ്ട് എന്നത് വളരെ കമ്മിയായിരിക്കും, കാരണം നല്ല കണ്ടീഷനിൽ ഓടുന്ന അസറ്റ് ആയിരിക്കും. പക്ഷേ ലാസ്റ്റ് ഇയറിലോട്ടൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് റിപ്പയർ കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ എന്താണ്? ഈ മെത്തേഡിൽ എങ്ങനെയാണ്? ആദ്യം ഡിപ്രിസിയേഷൻ ഹൈ ആണ്, റിപ്പയർ കമ്മി, ഡിപ്രിസിയേഷൻ ഹൈ. ഈ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഡിപ്രിസിയേഷൻ റെഡ്യൂസ് ചെയ്ത് ഡിപ്രിസിയേഷൻ കുറയും, റിപ്പയർ കൂടും. അപ്പോൾ ഈ രണ്ട് കേസും നോക്കുമ്പോൾ എന്താണ്? ഒന്ന് കുറഞ്ഞ് ഒന്ന് കൂടി, ഒന്ന് കുറഞ്ഞ് ഒന്ന് കൂടി. അങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ട് തരത്തിലും നമുക്ക് ഇതിലോട്ട് വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് വരുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരേപോലെയാണല്ലേ. ആ ഫസ്റ്റ് ഇയറിലും ലാസ്റ്റ് ഇയറിലോട്ട് ആകുമ്പോഴത്തേനും വരുന്നൊരു എഫക്റ്റ് ഒരുപോലെയാണ്. ആദ്യം റിപ്പയർ കമ്മി, ഡിപ്രിസിയേഷൻ കൂടുതൽ, പിന്നെ അവസാനത്തിൽ ഡിപ്രിസിയേഷൻ കുറവായിരിക്കും, റിപ്പയേഴ്സ് കൂടും. അപ്പോൾ രണ്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ് എല്ലാ കാലത്തും. നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ലോജിക്കൽ മെത്തേഡാണ്. ഇൻ ദ ഏർലി ഇയേഴ്സ് വെൻ ദ അസറ്റ് ഈസ് മോർ പ്രൊഡക്റ്റീവ്, ഹൈ ഡിപ്രിസിയേഷൻ ഇസ് ചാർജഡ്. ഇൻ ദ ലേറ്റർ ഇയർ വെൻ ദ അസറ്റ് ബിക്കം ലെസ് പ്രൊഡക്റ്റീവ്, ദ ഡിപ്രിസിയേഷൻ ചാർജ് ലെസ്. ആദ്യത്തെ വർഷങ്ങളിൽ ഏർലി ഇയേഴ്സിൽ എങ്ങനെയായിരിക്കും? അസറ്റ് നല്ല പ്രൊഡക്റ്റീവ് ആയിരിക്കും, അപ്പോൾ കൂടുതൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നു. പിന്നെ അവസാനത്തെ യൂസ്ഫുൾ ലൈഫിൻ്റെ അവസാനം ആകുമ്പോൾ എന്താണ്? അസറ്റ് അത് പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല, അപ്പോൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് കമ്മിയാണ് ഈ മെത്തേഡ് പ്രകാരം. അപ്പോൾ എന്താണ്? ഒരു ലോജിക്കൽ മെത്തേഡാണ്. പിന്നെ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്? അസറ്റ് കനോട്ട് ബി കംപ്ലീറ്റ്ലി റിട്ടേൺ ഓഫ് അണ്ടർ ദിസ് മെത്തേഡ്. ദ വാല്യൂ ഓഫ് എൻ അസറ്റ് even if it becomes obsolete or unless cannot be reduced to zero and some balance would continue in the asset account. അതായത് ഈ ഒരു മെത്തേഡ് പ്രകാരം നമുക്ക് അസറ്റിനെ കംപ്ലീറ്റ്ലി റിട്ടേൺ ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അവിടെ ഒരു സംതിങ് ബാലൻസ് എപ്പോഴും അസറ്റ് അക്കൗണ്ടിൽ ഉണ്ടാവും. അതിനൊരു ലിമിറ്റേഷനാണ്. Then ignore the interest factor. This method does take into account the loss of interest on the amount invested in the asset. The amount would have earned interest had it been invested outside the business is not considered. അതായത് നമ്മൾ ഈ ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ട് വേറെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു മെത്തേഡ് കൺസിഡർ ചെയ്യുന്നില്ല. ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുക, അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. Difficulty in determining the rate of depreciation. Under this method, the rate of provided depreciation cannot be easily determined. The rate is generally kept higher because it takes very long time to write off an asset down to its scrap value. ഈ ഒരു മെത്തേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ നമുക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതായത് നമ്മൾ ജനറലി ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ ഹയർ റേറ്റ് വയ്ക്കും, കാരണം അത് വെരി ലോങ് ടൈം ടു റൈറ്റ് ഓഫ്. കുറേ സമയം എടുക്കും ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഒരു അസറ്റ് റൈറ്റ് ഓഫ് ചെയ്യാൻ ആൻഡ് ഓർ ദ അസറ്റ് ഡൗൺ ടു ഇറ്റ്സ് സ്ക്രാപ്പ് വാല്യൂ. Then ignore the actual use of asset. Under this method, a fixed rate of depreciation is provided on the returned on value of the asset by applying the predetermined rate of depreciation on its original cost, but the actual use of asset is not considered in the computation of depreciation. അല്ലേ? ഇനി സ്യൂട്ടബിലിറ്റി, ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സിനാണ് അത് സ്യൂട്ടബിൾ ആവുക? ദിസ് മെത്തേഡ് ഇസ് സ്യൂട്ടബിൾ ഇൻ കേസ് ഓഫ് അസറ്റ് ഹാവിങ് കമ്പാരിറ്റീവ്ലി ലോങ് ലൈഫ് ആയിരിക്കണം ആൻഡ് വിച്ച് റിക്വയർ കൺസിഡറബിൾ റീപേഴ്സ് വരുന്ന ഒരു അസറ്റ് ആയിരിക്കണം ഇൻ ദ ലേറ്റർ ഇയേഴ്സ് വെൻ ദേ ബിക്കം ഓൾഡർ. എക്സാമ്പിൾസ് ആർ ബിൽഡിംഗ് ആൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഡിമിനിഷൻ ബാലൻസ് മെത്തേഡ് സ്യൂട്ടബിൾ ആവുന്നത് കമ്പാരിറ്റീവ്ലി ലോങ് ലൈഫുള്ള അസറ്റ്സിനാണ്. അതുപോലെ ലേറ്റർ ഇയേഴ്സ്, അത് ഓൾഡർ ആകുമ്പോൾ ഒരുപാട് റിപ്പയേഴ്സൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് അക്കൗണ്ടിനാണ് ഇത് സ്യൂട്ടബിൾ ആവുന്നത്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം.
Okay, a plant is purchased for rupees 60,000 on 1st April 2015. It is estimated that the residual value of this plant at the end of its working life of 10 years will rupees 20,920, and depreciation is be provided 10% per annum on diminishing balance method. You are required to show the plant account for 4 years, assuming that the books are closed to 31st March every year. So cost of the asset നമുക്ക് പറഞ്ഞിട്ടുണ്ട് 60,000 ആണ്. 1st April 2015 പർച്ചേസ് ചെയ്തു. റെസിഡുവൽ വാല്യൂ 20,920 ആണ്. എസ്റ്റിമേറ്റ് വർക്കിംഗ് ലൈഫ് എന്നത് 10 ഇയേഴ്സ് ആണ്. റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ 10% ആണ്. ഫിനാൻഷ്യൽ ഇയർ 1st April to 31st March എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം, പ്ലാന്റ് അക്കൗണ്ട് 4 ഇയറിലുള്ള പ്ലാന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ഡേറ്റ് 2009, മിസ്റ്റേക്കിൽ വന്നാൽ 2015 നിങ്ങൾ എഴുതുമ്പോൾ കൊടുക്കുക കേട്ടോ. 2015 April 1 വി വിൽ പർച്ചേസ് ദ മിഷനറി. സോ ടു ബാങ്ക് അക്കൗണ്ട് 60,000. ദെൻ 2016 March 31st, ലാസ്റ്റ് ഡേ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ, depreciation charge ചെയ്യണം. ബൈ ഡിപ്രിസിയേഷൻ 60,000 6% അല്ല 6,000. സോ ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ, അതായത് 60,000 6,000 പോടെ റിട്ടേൺ ഡൗൺ വാല്യൂ 54,000. അത് നെക്സ്റ്റ് ഇയറിലോട്ട് 2016 April 1 ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 54,000. ഇനി ആ വർഷം 2017 March 31 ഈ ഒരു എമൗണ്ടിന് മുകളിലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കാണേണ്ടത്. 54,000 ഇൻറ്റു 10% ഓർ 10% ഓഫ് 54,000, ദാറ്റ് ഈസ് 5,400. സോ റിട്ടേൺ ഡൗൺ വാല്യൂ എത്ര വരും? 54,000 5,400 പോയാൽ 48,600. ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ 48,600. ടു ബാലൻസ് ബ്രോഡ് ഓൺ 48,600. ഇനി ഇതിൻ്റെ മുകളിൽ 48,600 മുകളിലാണ് ഈ ഇയർ നമ്മൾ ഡിപ്രിസിയേഷൻ കണക്കാക്കുന്നത്. ഇൻറ്റു 10% എത്ര വരും? 4,860 വരും. അങ്ങനെയാണ് 4 വർഷത്തേക്കുള്ളത് കണക്കാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A company purchased a second-hand machine on 1st April 2016 for rupees 30,000 and immediately spent rupees 4,000 on its repair and rupees 1,000 on its installation. ഒരു കമ്പനി 1st April 2016 ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ പർച്ചേസ് ചെയ്യുന്നു. 30,000 റുപ്പീസിന് 4,000 റിപ്പയറിന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, 1,000 ഇൻസ്റ്റാളേഷൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് എന്ന് പറയുമ്പോൾ 35,000 വരും. Then October 1st 2018 machine was sold for rupees 25,000. 1st October 2018 നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മെഷീൻ 25,000 റുപ്പീസിന് സെയിൽ ചെയ്യുന്നു. പ്രിപ്പയർ മെഷീൻ അക്കൗണ്ട് ആഫ്റ്റർ ചാർജിങ് ഡിപ്രിസിയേഷൻ 10% per annum. റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ 10% തന്നിട്ടുണ്ട്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. പിന്നെ ഫിനാൻഷ്യൽ ഇയർ 1st April to 31st March ആണ് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് പ്രിപ്പയർ ചെയ്യാം മെഷീനറി അക്കൗണ്ട്. അപ്പോൾ 1st April 2016 നമ്മൾ എന്ത് ചെയ്യുന്നു? മെഷീനറി പർച്ചേസ് ചെയ്യുന്നു. ടു ബാങ്ക് അക്കൗണ്ട് 35,000. ദെൻ അതിൻ്റെ എൻഡ് ഓഫ് ദ ഇയർ നമ്മൾ എന്തിനു ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം? 2017 March 31st ബൈ ഡിപ്രിസിയേഷൻ 35,000 10% ആയിട്ടുള്ള 3,500. സോ ബാലൻസ് എത്ര വരും? ബാലൻസ് ക്യാരിഡ് 35,000 3,500 പോയി കഴിഞ്ഞാൽ 31,500 റുപ്പീസ് വരും. സോ നെക്സ്റ്റ് ഇയറിലോട്ട് അത് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. 2017 April 1 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 31,500. സോ ലാസ്റ്റ് ഇയർ നമ്മൾ എന്ത് ഡിപ്രിസിയേഷൻ കണക്കാക്കുന്നു? 2018 March 31st ഡിപ്രിസിയേഷൻ 31,500 10% ആയിട്ടുള്ള 3,150. സോ ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ 28,350. അത് നെക്സ്റ്റ് ഇയറിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്നു. 2018 April 1 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു സെയിൽസ് വന്നിട്ടുണ്ട്. സെയിൽസ് വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ആ സെയിൽ ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള ഡിപ്രിസിയേഷനാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, എന്നിട്ട് ഈ സെയിൽസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അത് നമ്മൾ മെഷീനറി അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. സോ നമുക്ക് എങ്ങനെ കണക്കാക്കാൻ പറ്റും ഇതൊരു പ്രോഫിറ്റ് ആണോ സെയിൽസ് ആണോ? നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? ഇപ്പോൾ 28,350 ആണ്. അതായത് ആ വർഷം തുടങ്ങുമ്പോൾ ആ മെഷീനറിയുടെ ബാലൻസ് 2018 ആ മെഷീനറിയുടെ ബാലൻസ് 28,350 റുപ്പീസാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഏപ്രിൽ തൊട്ട് ഒക്ടോബർ വരെയാണ് ഈ മെഷീനറി നമ്മൾ ആ ഇയർ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് 6 months ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. 6 months യൂസ് ചെയ്തെന്ന് പറയുമ്പോൾ 6 months ഡിപ്രിസിയേഷനൊക്കെ നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. അത് ലെസ് ഡിപ്രിസിയേഷൻ ഫോർ 6 months 28,350 ഇൻറ്റു 10% ഇൻറ്റു 6/12 months 6 months ഡിപ്രിസിയേഷൻ. അത് 1,418 റുപ്പീസ് വരും. അപ്പോൾ ഈ ഒരു മെഷീനറിയിൽ നിന്ന് ഈ ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോൾ എന്താണ് October 1, 2018 ഈ മെഷീനറിയുടെ യഥാർത്ഥ വാല്യൂ, റിട്ടേൺ ഡൗൺ വാല്യൂ എത്ര നമുക്ക് കിട്ടും? ദറ്റ് ഈസ് വാല്യൂ ഓഫ് മെഷീനറി ആസ് ഓൺ October 1, 2018 is 26,932 റുപ്പീസ്. അതിന്ന്
ഇപ്പോൾ ഇതാണ് കോസ്റ്റ് ഓഫ് ദ അസറ്റ് നമ്മൾക്കറിയുന്നത്. കോസ്റ്റ് ഓഫ് അസറ്റിന് സെയിൽസ് പ്രൈസ് കുറയ്ക്കുക. സെയിൽസ് പ്രൈസ് 25,000, സെയിൽസ് പ്രൈസ് കുറവാണ്. അപ്പോൾ എന്തായാലും ലോസ് ആയിരിക്കും വരും. അപ്പോൾ ലോസ് വരും 1932 വരും. അപ്പോൾ അത് നമ്മൾ മെഷീനറി അക്കൗണ്ടിൽ ബൈ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് അതുവരെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് 1518 rupees. ദെൻ ബൈ ബാങ്ക് അക്കൗണ്ട് നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ എമൗണ്ട് കിട്ടി. എമൗണ്ട് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാറ്? മെഷീനറി എങ്ങനെയാണ് ജേർണൽ എൻട്രി എങ്ങനെയാണ്? സെയിൽ ഓഫ് അസറ്റിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെയാണ്? യെസ്, ബാങ്ക് അക്കൗണ്ട് റിട്ടേൺ ടു മെഷീനറി അക്കൗണ്ടാണ്. അപ്പോൾ ബൈ ബാങ്ക് അക്കൗണ്ട് 25,000. ദെൻ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ അത് മെഷീനറി വിട്ടിട്ട് ലോസാണ്. ലോസ് ആകുമ്പോൾ മെഷീനറി അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക 1932. രണ്ടും ടാലി ആയിരിക്കും. ടാലി മീൻസ് ഈക്വൽ ആയിരിക്കും. സോ ദിസ് ഇസ് ദ മെഷീനറി അക്കൗണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിൽ പറയാനുള്ളത്. ആദ്യത്തെ സിമ്പിൾ പ്രോബ്ലമാണ്. രണ്ടാമത്തെ പ്രോബ്ലം വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. പ്രോഫിറ്റ് ലോസ് എങ്ങനെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ജേർണൽ എൻട്രീസൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇങ്ങനെ ഒരു ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. സോ ഓക്കെ.